ഇന്ന് വീട്ടിൽ കഴിക്കാൻ പുട്ടും പഴമായിരുന്നു. എനിക്കങ്ങനെ പുട്ടിൻ്റെ കൂടെ പഴം കഴിക്കുന്നത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനൊരു തട്ടിക്കൂട്ട് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ അതിനുവേണ്ട സവാളയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഞാനൊരു മുട്ട ഉപ്പിട്ട് വേവിക്കാനായിട്ട് വെച്ചു. അതവിടെ ഇരുന്ന് വേവുന്ന സമയം കൊണ്ട് ഞാൻ സവോള, തക്കാളി, പച്ചമുളക്, ഇഞ്ചിയൊക്കെ അരിഞ്ഞെടുത്തു. അതവിടെ സെറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ഞാൻ അടുപ്പ് കത്തിച്ച് ചീനച്ചട്ടി വെച്ചു. എന്നിട്ട് എണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ സവോളയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ഒരുമിച്ച് തട്ടി നന്നായിട്ട് വഴറ്റിയെടുക്കുവാണ്. ഇനി അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അടച്ചു വെക്കും. അപ്പോഴത്തേക്കും നമ്മുടെ ഉള്ളി പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി അത് വേവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് 2-3 കുരുമുളക് ചതച്ചെടുക്കാം. വെന്ത് വന്ന സവാളയിലോട്ട് മുളക് പൊടിയും ചിക്കൻ മസാലയും ഇട്ട് കൊടുക്കാം. ഞാൻ മല്ലിപ്പൊടിയൊക്കെ നോക്കി, പക്ഷെ അതൊന്നും ഞാനിവിടെ കണ്ടില്ല. അത് കാരണം ഉള്ളത് മാത്രം ഇട്ടു. ഇനി ഇതിലേക്ക് കുരുമുളക് കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് ഒന്ന് അടച്ചു വെക്കാം. ഇനി നമ്മുടെ തക്കാളി ഇട്ടൊന്ന് വഴറ്റിയിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്കൊന്ന് അടച്ച് വേവിക്കാനായിട്ട് വെക്കാം. ആ സമയത്ത് ഞാൻ പോയിട്ട് പുഴുങ്ങിയ മുട്ടയുടെ തോലൊക്കെ മാറ്റി അതൊക്കെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മുടെ മുട്ടയും കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറി സെറ്റായി. അങ്ങനെ ഞാൻ പോയി ഫുഡ് കഴിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ.